ഹായ്, പ്രിയ പാഷൻ റിലാക്സേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചില്ലി ബേബിക്കോൺ റെസിപ്പി ആയിട്ടാണ്. വാ, എങ്ങനെയാണെന്ന് കാണാം. ചില്ലി ബേബിക്കോണിന് വേണ്ടിയിട്ട് ഞാനൊരു പാക്കറ്റ് ബേബിക്കോണാണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായി ഇതുപോലെ അരിയാം, എന്നിട്ട് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. മേലെ കൂടെ കുറച്ച് ഉപ്പ് കതറി കൊടുക്കാം, ഇത്തിരി മഞ്ഞളും. ഇനി സ്റ്റീം ചെയ്തെടുക്കാം. വെള്ളം വെച്ചിട്ടുണ്ട്, കുക്കറിൽ വെള്ളം വെച്ച് അതിലേക്ക് ഇറക്കി വെക്കുക. ഞാനിവിടെ 2 ആവറേജ് സൈസ് സവാള സ്ലൈസസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ഇഞ്ച് ഇഞ്ചി, പിന്നെ ഒരു 10-15 ഗാർലിക് പോട്ട്സ്, ഒരു ക്യാപ്സിക്കം ക്യൂബ്സായി മുറിച്ചത്, ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത്. 10 പച്ചമുളക് പകുതിയായി മുറിച്ചതുകൊണ്ട് അത് വിട്ടുപോയി പറയാം. ബേബിക്കോൺ സ്റ്റീമായിട്ട് റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് പുറത്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി ഇതുപോലെ ക്രഷ് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, മഞ്ഞളും ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്യണം. പെപ്പറിൻ്റെ പൗഡർ, കുരുമുളക് പൗഡറും പിന്നെ ചുവന്ന മുളകും ഇത് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഇത് കുരുമുളക് ആഡ് ചെയ്യാണ്. പൊടിയായിട്ട് നല്ല തരിതരിപ്പായിട്ടുള്ളതോ അല്ല നല്ല മിനുസപ്പൊടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ചുവന്ന മുളക് നന്നായി മിക്സ് ചെയ്യാം. അത് മിക്സ് ചെയ്തൊരു കോട്ടിങ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്യണം. കോൺഫ്ലോറും ആഡ് ചെയ്ത് നന്നാക്കി മിക്സ് ചെയ്തെടുക്കുക. നല്ലൊരു കോട്ടിങ് ആയിട്ട് കിട്ടണം. അതിന് ശേഷം നമുക്കിതൊന്ന് എണ്ണയിൽ ഫ്രൈ ആക്കി കോരിയെടുക്കാം. നല്ല കോട്ടിങ് ആവുന്ന പാകത്തിന് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കി എടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഓരോന്നായി ഇട്ട് നമുക്ക് ഫ്രൈ ആക്കി കോരിയെടുക്കാം. കോട്ടിങ് ഇളകിപ്പോവാതെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം തിരിച്ച് മറിച്ച് വിടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിട്ട കോട്ടിങ് ഇതായി വരാൻ ചാൻസ് ഉണ്ട്. അതിനനുസരിച്ച് സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ട് എല്ലാ സൈഡും മുറിച്ചെടുക്കാം. ഇനി വേറൊരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഗാർലിക്ക് വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓൾറെഡി നമ്മൾ സ്ലൈസസ് ആക്കി വെച്ചിട്ടുള്ള ഉള്ളി അണിയൻ ആഡ് ചെയ്യാം. അണിയൻ ആഡ് ചെയ്ത് അണിയൻ ഒന്ന് ട്രാൻസ്ലൂസൻ്റായി വരുമ്പോഴേക്ക് നമുക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ക്യൂബ്സാക്കി മുറിച്ചതിൻ്റെ കൂടെ ഒരു 10 പച്ചമുളകും ഞാൻ നീളത്തിൽ മുറിച്ചിട്ടുണ്ട്. അത് അനിയനിലിട്ട് നന്നായി മിക്സ് ആക്കുക. പാകത്തിന് ഉപ്പും 1.5 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പിന്നാലെ 1.5 ടീസ്പൂൺ വിനീഗറും കൂടെ ആഡ് ചെയ്ത് നന്നായി മിക്സാക്കി യോജിപ്പിക്കുക. ഒന്ന് വാടി വരേ വേണ്ടുള്ളൂ. ഒന്ന് വാടി വരുമ്പോഴേക്ക് കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്യുക. പേരിന് മതി, ചെറിയൊരു കോട്ടിങ് വേണമെന്നേ ഉള്ളൂ, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കോൺഫ്ലോർ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമ്മൾ ബേബിക്കോൺ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്ന പാനിലേക്ക് അതുപോലെ ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ടിത് നന്നായി ബേബിക്കോണായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അവസാനം ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് മിക്സാക്കി ഫൈനലായി നമ്മുടെ ബേബിക്കോൺ ക്യാപ്സിക്കം ഡിഷ് റെഡിയാണ്. രണ്ട് മൂന്ന് ഗാർലിക് പോട്ട്സ് ചെറുതായി അരിഞ്ഞ്
മേലെ തൂവി കൊടുക്കാം. ആ ഗാർലിക് അങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഷെയർ അമംഗ് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് കമൻറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.